രണ്ടാമത്തെ സൂത്രം. സൂക്ഷ്മം തു തദർഹത്വാത്. തു സൂക്ഷ്മം തത് അർഹത്വാത്. തു എന്ന് പറഞ്ഞിരിക്കുന്നത് പൂർവപക്ഷി പറയുന്നതിനെ നിരസിക്കുവാൻ വേണ്ടിയിട്ട് പ്രയോഗിച്ചിരിക്കുന്നതാണ് തു. സൂക്ഷ്മം തദർഹത്വാത്, അതീവ സൂക്ഷ്മമാകയാൽ, സൂക്ഷ്മമായി പറയപ്പെട്ടിരിക്കുന്നതിനാൽ തദർഹത്വാത്. ഈ സൂക്ഷ്മ എന്നുള്ള ഈ പ്രയോഗം കൊണ്ട് അവ്യക്തമാണ് അതിന് അർഹമായിരിക്കുന്നത് എന്ന്. അതായത് നമ്മൾ ഇവിടുത്തെ പ്രകൃതം എന്ന് പറയുന്നത് അവ്യക്തം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ആനുമാനികമപി ഏകേഷാമിതി ചേത്. ആ സൂത്രത്തിലെ പ്രധാനം എന്ന് പറയുന്നത് ഈ കഠോപനിഷത്തിലെ 1:3:11 പറഞ്ഞിരിക്കുന്ന മഹതഃ പരമവ്യക്തം അവ്യക്താത് പുരുഷഃ പരഃ എന്ന മന്ത്രത്തിലെ അവ്യക്തം പ്രധാനമാണ് എന്ന പൂർവപക്ഷികളുടെ വാദത്തെ നിരസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രങ്ങളെല്ലാം ഇവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പം അതിനകത്ത് ഇപ്പോൾ സൂക്ഷ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണമായ സൂക്ഷ്മ ശരീരം, ഇതിനെയാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്. സൂക്ഷ്മം തു തദർഹത്വാത് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ അവ്യക്ത ശബ്ദത്താൽ സൂചിപ്പിക്കപ്പെടുവാൻ യോഗ്യമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ സൂക്ഷ്മ ശരീരമാകുന്നു, അല്ലാതെ പ്രധാനം അല്ല എന്ന്. അപ്പോൾ നമ്മളിവിടെ ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നതും കാരണശരീരം എന്ന് പറയുന്നതും തമ്മിൽ ഭേദമൊന്നുമില്ല. അത്തരത്തിൽ വേണം ഇതിനെ കാണാൻ. ഒന്ന് സ്ഥൂലം, രണ്ട് സൂക്ഷ്മം, ഇത്തരത്തിലെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അവ്യക്ത ശബ്ദത്താൽ ശരീരം പറയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ പ്രകരണം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ അതിനെക്കുറിച്ച് കാണുകയുണ്ടായി. അതായത് ഈ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥാഹ എന്ന് പറയുന്നതാണ് വിഷയം. അപ്പോൾ ഇന്ദ്രിയങ്ങളെക്കാളും അർത്ഥങ്ങളും, അർത്ഥേഭ്യശ്ച പരം മനഃ, അർത്ഥങ്ങളെക്കാളും പരത്തിൽ മനസ്സും, മനസ്സസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പരഹ, ഈ ക്രമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്രമത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കുള്ള പ്രവേശനമാണ്. അപ്പോൾ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കെ അത് മഹതഃ പരം അവ്യക്തം എന്ന് പറയുന്ന അവ്യക്തത്തിൽ വന്ന് അവസാനിക്കുന്നു. അപ്പോൾ അവ്യക്തത്തിൽ വന്ന് അവസാനിച്ച ശേഷം പറയുകയാണ് അവ്യക്താത് പുരുഷഃ പരഃ എന്ന് പറഞ്ഞാൽ അവ്യക്തത്തിനും പരമാണ് പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അവ്യക്തവും പുരുഷനെന്ന് പറയുന്ന രണ്ടെണ്ണത്തിൽ എത്തിച്ചേരുന്നു അവസാനത്തിൽ. അതിനാൽ അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനത്തെയാണ്, പുരുഷൻ വേറെ ജീവാത്മാവുമാണ് എന്ന രീതിയിലാണ് സാഖ്യന്മാർ ഇതിനെ, സാഖ്യവാദികൾ, സാഖ്യ സിദ്ധാന്തത്തിനെ അവലംബിച്ചുകൊണ്ടുള്ള സാഖ്യന്മാർ എന്ന് പറയുന്ന അത് വാദം കൊണ്ടുവരുന്ന ആൾക്കാരുടെ അഭിപ്രായം. അപ്പോൾ ഈ അഭിപ്രായത്തെ ഇവിടെ നിഷേധിച്ചുകൊണ്ട്, ഇപ്പോൾ ശ്രുതിയിൽ അവ്യക്തം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രധാനത്തെ അല്ല പറഞ്ഞിരിക്കുന്നത്, പകരം ഏതൊന്നാണോ സ്ഥൂല ശരീരമായിട്ട് നാം ആദ്യം കണ്ടിരുന്നത് അതിൻ്റെ കാര്യം, അത് കാര്യമായിക്കൊണ്ട് അതിൻ്റെ സൂക്ഷ്മമായിട്ട് ഏതൊന്നുണ്ടോ, അതായത് സ്ഥൂല ശരീരത്തിൻ്റെ തുടക്കത്തെയാണ് അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ശരീരത്തെ തന്നെയാണ് അവ്യക്തം എന്ന് നാം കാണേണ്ടത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് എടുക്കാം. ഇപ്പം അന്നാദ്യേവ ഖലു ഇതുണ്ടല്ലോ, നമ്മുടെ അന്നാദ്വൈ ഭൂതാനി ഇമാനി ഭൂതാനി ജായന്തേ ജാതാനി അന്നേന വർദ്ധയന്തി, ഇത്തരത്തിലുള്ള മന്ത്രം ഉണ്ടല്ലോ. അന്നം പ്രവിശന്തി. അപ്പം ഈ ആ മന്ത്രത്തിൽ അന്നത്തിൽ നിന്ന് ഈ അന്നാദ്യേവ ഖലു ഇമാനി ഭൂതാനി ജായന്തേ അന്നേന ജാതാനി ജീവന്തി അന്നം പ്രയന്തി അഭിസംവിശന്തി, അന്നത്തിലേക്ക് തന്നെ തിരിച്ചു പ്രവേശിക്കുന്നു. ഇത്തരത്തിലുള്ള മന്ത്രമുണ്ട്. അപ്പോൾ അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ, ജീവജാലങ്ങൾ ഉണ്ടാകുകയും അന്നത്താൽ നിൽക്കുകയും അന്നത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഈ അന്നത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് അന്നരൂപ പൃഥിവ്യാം എന്നുള്ളതാണ്. അപ്പോൾ അന്നരൂപമായ പൃഥിവിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന അർത്ഥം എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ഈ അന്നം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നാം കഴിക്കുന്ന ഭക്ഷണമാണ്. ആ കഴിക്കുന്ന ഇപ്പം വെന്ത ചോറ്, വെന്ത ചോറെന്ന് പറയാൻ വെന്ത അരിയാവുമ്പോൾ ചോറ്. അവൻ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പൃഥിവിയിൽ ഈ ജീവജാലങ്ങൾ എങ്ങനെയാണ് ചോറായിട്ട് മാറുന്നു? ഇത്തരത്തിൽ ഉള്ള ഒരു ഉപരിപ്ലവ ചിന്തയിലേക്ക് നാം പോകരുത്. പകരം പൃഥിവിയാണ് ഇവിടെ അന്നരൂപ പൃഥിവ്യാം എന്ന അർത്ഥത്തിലേക്ക്, പൃഥിവിയാണ് അന്നം, ഈ തരത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അന്നത്തിലേക്ക് തിരിച്ച് ലയിക്കുന്നു എന്ന് പറയുമ്പോൾ പൃഥിവിയിലേക്ക് തിരിച്ച് ലയിക്കുന്നു എന്ന അർത്ഥത്തിൽ അവിടെ കാര്യരൂപമായിട്ടുള്ള ഈ ശരീരം കാരണരൂപമായ പൃഥിവിയിലേക്ക് ലയിക്കുന്നതിന് അവിടെ അന്നത്തിലേക്ക് തിരിച്ച് ലയിക്കുന്നു എന്നുള്ള പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ഏതൊന്നാണോ കാര്യമായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം തന്നെ. അപ്പോൾ ഈ ശരീരം ഇപ്പോൾ തന്നെ അന്നമാണ്, അന്നത്തിൻ്റെ വികാരമാണ്. അന്നം കാരണമായിക്കൊണ്ട് ശരീരം കാര്യമാണെങ്കിൽ കൂടിയും അത് ഈ ശരീരത്തെ നോക്കിക്കൊണ്ട് തന്നെ ഇത് അന്നമാണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഈ ആൾക്കാർ ഈ പട്ടിയും പത്തി, പാമ്പ്, തവള, പോത്ത്, ആട്, പശു ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇത് പച്ചയ്ക്കും കഴിക്കുന്നു, ജീവനോടും കൂടി കഴിക്കുന്നു, ജീവനില്ലാതെയും കഴിക്കുന്നു, പച്ചയ്ക്കും കഴിക്കുന്നു, വേവിച്ചും കഴിക്കുന്നു, പല രീതിയിൽ കഴിക്കുന്നു. അപ്പോൾ അവിടെ അതിനെ കാണുന്നത് അന്നമായിട്ട് തന്നെയാണ് കാണുന്നത്. ശരീരമായിട്ട് നാം എന്തിനെ കാണുന്നുവോ അത് മറ്റു ചിലർ അന്നമായിട്ട് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ കാര്യമെന്നോ കാരണമെന്നുള്ള ഭേദമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ശരീരത്തെ തന്നെയാണ്, ശരീരത്തിൻ്റെ അതിൻ്റെ ആദി രൂപത്തിലേക്ക് പോയി കഴിയുമ്പോൾ അവ്യക്തം എന്ന പദം കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കാണുന്ന ശരീരത്തെ തന്നെയാണ് എന്ന് സാരം. അതുകൊണ്ടാണ് ഇവിടുത്തെ ആ തരത്തിലാണ് ചിന്ത പോയിരിക്കുന്നത്. അല്ലാതെ ഈ ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഏതോ ഒന്നാണ് അവിടെയുള്ള അവ്യക്ത ശബ്ദത്താൽ പറയപ്പെട്ടിരിക്കുന്നത് എന്നെടുക്കരുത്. അതുകൊണ്ട് ശരീരമാകുന്നു, അതായത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോകുമ്പോൾ ഈ ഏതൊന്നാണോ സ്ഥൂല ശരീരമായിട്ടുള്ളത് അതിൻ്റെ സൂക്ഷ്മത്തിലേക്കാണ് പോയിരിക്കുന്നത്, മറ്റൊന്നിൽ നിന്ന് മറ്റൊന്നിലേക്കല്ല എന്ന്. അതുകൊണ്ട് അവ്യക്ത ശബ്ദം സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ശരീരത്തിൻ്റെ തന്നെ സൂക്ഷ്മരൂപത്തെയാണ്. ഇത്തരത്തിൽ അർത്ഥമെടുക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൂക്ഷ്മം തു തദർഹത്വാത് എന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഉദാഹരണത്തിലാണ് നമ്മളിപ്പം വേറൊരു ഉദാഹരണം ഇവിടെ ശ്രുതി കൊടുത്തിട്ടുണ്ട്. ഋഗ്വേദ സംഹിതയിൽ 9:46-4 ഗോഭി ശ്രീണീത മത്സരം എന്നുള്ള ഒരു മന്ത്രം. അവിടെ പശുവിൻ്റെ വികാരമായിട്ട പാലിനെ പശു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതായത് ഈ സോമരസത്തോടുകൂടി പശുവിനെ ചേർക്കണം എന്നാണ് വാക്യാർത്ഥം. എന്നാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: സോമരസത്തോടുകൂടി പാല് സോമരസത്തോടുകൂടി ചേർക്കണം എന്നർത്ഥം. അതുകൊണ്ടാണ് ഗോഭിഹി ശ്രീണീത. അതായത് ഗോഭിഹി എന്ന പ്രയോഗത്തിലൂടെ ഗോവികാരം എന്ന് പറഞ്ഞാൽ ഗോവിൻ്റെ കാര്യമായിട്ട് എടുക്കണം. അപ്പം കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പാല് തന്നെയായിട്ട് എടുക്കണം എന്നാണ്. ഇത് നമുക്ക് ചാണകം ആയിക്കൂടെ എന്ന് ആൾക്കാർ ചോദിച്ചുകൊണ്ട് വരും. അതല്ല എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് പശുവിനെ ചേർക്കണം, എന്നാൽ പിന്നെ ചാണകം ആയിക്കൂടെ, അല്ലെ മാംസം ആയിക്കൂടെ, ഗോമാംസം ചേർത്തൂടെ എന്ന് പറഞ്ഞാൽ അതല്ല എൻ്റെ അർത്ഥം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പ്രകൃതം വിട്ട് അപ്രകൃതത്തെ എടുക്കരുത്. ഇതൊരു ഒരു നിയമമാണ്. എന്താണോ പ്രകൃതം അത് മാത്രമേ സ്വീകരിക്കാവൂ എന്നർത്ഥം. അതായത് നമുക്ക് തോന്നിയതുപോലെ അർത്ഥത്തെ കൽപ്പിച്ചു കൊണ്ടുവരരുത്. ഇത് അതായത് പ്രാചീന കാലം തൊട്ട് തന്നെ ആചരിച്ചു പോകുന്ന അറിഞ്ഞു പോകുന്നതായ ചില സമ്പ്രദായ രീതികളുണ്ട്. ആ സമ്പ്രദായത്തിൽ ആണ് ഇതിനകത്ത് പാല് ഈ സോമരസത്തോടു കൂടി ചേർക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമ്പ്രദായത്തെ വിട്ടിട്ട് ആ പാല് ചേർക്കുന്നതിന് പകരം പാലിന് പകരം പശുവിനെ ചേർക്കുക, പശുവിൻ്റെ ഇറച്ചി ചേർക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർക്ക് അർത്ഥം കൊണ്ടുവന്നൊന്നും എടുക്കരുത് എന്നർത്ഥം. ഇതാണ് ഗോഭിഹി ശ്രീണീത മത്സരം. അപ്പോൾ അവിടെ ഗോശബ്ദം കൊണ്ട് പാലിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പശുവിനെ അല്ല എന്ന്. ഗോവികാരമൊന്നും കൂടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയും അവിടെ അർത്ഥം നമുക്ക് സങ്കല്പിക്കാവുന്ന തരത്തിൽ മറ്റൊരു പദം പ്രയോഗിച്ചിട്ടില്ല. തദ്ദേദം തർഹി അവ്യാകൃതമാസീത്. മുമ്പത്തെ നിലയിൽ ഈ ജഗത്ത് നാമരൂപരഹിതമായിരുന്നു എന്ന ശ്രുതിയിൽ തദ്ഹി ഇതം
തർഹി അവ്യാഹൃതം അവ്യാകൃതം ആസീത്, അവ്യാകൃതമായിരുന്നു. തദ്ഹി ഇതം, ഇതം എന്നുള്ള പ്രയോഗത്തിലൂടെ ഇതം ജഗത്ത് എന്നർത്ഥം. ഇതം ജഗത്ത് അവ്യാകൃതമാസീത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ജഗത്ത് അവ്യാകൃതമായിരിക്കുന്നു. അപ്പോൾ ഈ ജഗത്ത് ആയിരുന്നു എന്ന്. അപ്പോൾ ഈ ജഗത്ത് അവ്യാകൃതമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സ്ഥൂലം അവ്യാകൃതമായിരുന്നു. ആ അവ്യാകൃതത്തിനർത്ഥം അവ്യക്തം എന്നർത്ഥം. ഈ സ്ഥൂലമായിട്ട് യാതൊന്നുണ്ടോ അതാണ് അവ്യക്തം എന്ന ശബ്ദത്തിലൂടെ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൂടെ നമുക്ക് അപ്പോൾ അവിടെ ഈ സ്ഥൂല ശരീരം ഏതൊന്നുണ്ടോ അത് തന്നെയാണ് അവിടെ അവ്യക്തം എന്ന ശബ്ദത്തിലേക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റൊരു പ്രധാനത്തെ ഇവിടെ ആകർഷിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ ഇതേ തരത്തിൽ അപ്പോൾ ഇവിടത്തെ ഈ പ്രകരണത്തിനും അടുത്ത പ്രകരണത്തിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്ന പ്രധാനത്തെ നിഷേധിക്കലാണ്. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ കാലത്തെ വളരെ ഗൗരവമുള്ള വിഷയമായിരുന്നു. കാരണം ഇവരൊക്കെ എന്ന് പറയുന്നത് എന്താണ് ഈ ഷഡ്ദർശനത്തിലെ പ്രധാന മുഖ്യന്മാരാണ് സാഖ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഷഡ്ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്, വേദവിരോധികളുമല്ല. അപ്പം വേദവിരോധികളെന്ന് പറയുന്നത് വേദവിരോധികൾ എന്ന് പറയുന്നത് വേദത്തിൽ നിന്ന് അന്യമായിട്ടുള്ള ഒരു വേദത്തെ പ്രമാണമായിട്ട് സ്വീകരിക്കാത്തുള്ള ബൗദ്ധന്മാരും ജൈനന്മാർ. അതുകൊണ്ടാണ് അന്യമതം എന്നുള്ള പ്രയോഗം അവർക്ക് കിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിവിടെ ചർച്ചയ്ക്ക് ഈ വേദവാക്യം എടുത്തുകൊണ്ട് ചർച്ചയ്ക്ക് വരുന്നില്ല. അവർ വേറെ രീതിയിലാണ് ചർച്ചയിൽ പോകുന്നത്. അപ്പം ഇത് വേദവാക്യത്തെ തന്നെ മറ്റൊരർത്ഥം കൽപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് വൈദിക ദർശനമായിട്ട് ഈ സാഖ്യന്മാരുള്ള. അപ്പോൾ അതുകൊണ്ട് സാഖ്യന്മാർ വേദത്തെ പ്രമാണമായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം. അതായത് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെ അവർക്ക് അനുകൂലമായ രീതിയിൽ അവർ വ്യാഖ്യാനിച്ചു എന്നുള്ളത് മാത്രമാണ് അവർ വേദത്തെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു പറയുന്ന അർത്ഥം. അതുകൊണ്ട് നമ്മളത് കൊട്ടിഘോഷിച്ച് നടക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. അവർ തെറ്റായിട്ട് വേദത്തെ അവർ തെറ്റായ രീതിയിൽ അവർക്കിഷ്ടമുള്ള രീതിയിൽ അത് വ്യാഖ്യാനിച്ചു വെച്ചു എന്നാണ് അതിനകത്തുനിന്ന് അർത്ഥം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർക്കിഷ്ടമുള്ള രീതിയിൽ ആ അർത്ഥത്തെ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നതിനെ നിഷേധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സൂത്രങ്ങളുള്ളത്. ബ്രഹ്മസൂത്രം പ്രധാനമായിട്ടും സാഖ്യ സിദ്ധാന്തത്തെ എങ്ങനെയാണ് ഓരോന്നോരോന്നായിട്ടെടുത്ത് നിഷേധിച്ചിരിക്കുന്നത് കാണാം. അതായത് ഈ സൂത്രത്തിലെ ഇനി അടുത്ത സൂത്രം അത് തന്നെയാണ്. തദധീനത്വാ തദർത്ഥവത്ത് എന്ന്. തദധീനത്വാ തദർത്ഥവത്ത് എന്താണ് അർത്ഥം? തദധീനത്വാ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ മുമ്പുള്ള സൂത്രങ്ങളിൽ നിന്ന് സൂക്ഷ്മം എന്ന വാക്കിനെ ഇങ്ങോട്ടെടുക്കണം. അതേമാതിരി തദധീനത്വാത് ന സ്വതന്ത്രേ പ്രധാനേ പര്യവസാനം എന്നുള്ളതും കൂടെ നമ്മൾ ഇവിടെ കൂട്ടിച്ചേർക്കണം. അതായത് സ്വതന്ത്രേ പ്രധാനെ, സ്വതന്ത്രമായ പ്രധാനത്തിൽ അവസാനിക്കുന്ന തരത്തിലുള്ള ഒന്നല്ല അവ്യക്തം എന്നുള്ളതിൽ എന്ന രീതിയിൽ അവിടെ ഈ കഠോപനിഷത്തിലെ ആ മന്ത്രം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലെപ്പോഴും കഠോപനിഷത്തിലെ മന്ത്രം നിൽക്കണം. അവ്യക്താത് പുരുഷ പരഹ എന്ന് അവസാനിക്കുന്ന തരത്തിൽ അവ്യക്തം എന്നുള്ള ശബ്ദം പ്രധാനത്തെ ആക്കിക്കൊണ്ടാണ് സാഖ്യന്മാർ വാദിച്ചു വെച്ചത്. അപ്പോൾ അത് നിഷേധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ എടുക്കുന്നത് സ്വതന്ത്രമായ പ്രധാനത്തിൽ അവസാനിക്കുന്ന തരത്തിലുള്ള പ്രയോഗം അല്ല ഇതെന്നുള്ളതാണ് ഇവിടെ തദധീനത്വാത് തസ്യാധീനത്വാത് എന്നെടുക്കണം. അപ്പം തദധീനത്വം എന്ന് പറഞ്ഞാൽ അവൻ്റെ അധീനതയിലുള്ളത് കൊണ്ടും. അപ്പം അവൻ്റെ അധീനതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അപ്പം നമുക്കിവിടെ വേദാന്ത സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമേശ ശക്തി എന്നുള്ളതാണ്. ഇപ്പം മായാം തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം എന്നുള്ളതാണ്. മായ എന്ന് പറയുന്നത് പരമേശ ശക്തിയാണ്. മഹാത്ഭുത അനിർവചനീയ രൂപ, അനിർവചനീയമായ അത്ഭുതകരമായിട്ടുള്ള പരമേശ ശക്തിയാണ് മായ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മായയാണ് വേദാന്തം അവ്യക്തം എന്ന ശബ്ദത്തിലൂടെ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് എന്നർത്ഥം. അതായത് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന അവ്യക്തം എന്നുള്ളത് പരമേശ ശക്തിയായിട്ടുള്ള മായയാണ് പറഞ്ഞിരിക്കുന്നത്. സ്വതന്ത്ര കാരണമായിട്ടുള്ള
പ്രധാനത്തെയല്ല. ഇപ്പം അത് എന്തുകൊണ്ടെന്നാൽ ഇവിടെ നമുക്ക് ഈ മുമ്പ് നമ്മൾ കാണുകയുണ്ടായല്ലോ. ഇപ്പം അതായത് ഈ അശ്വലായത്തിൽ കൊണ്ടുപോയിട്ട് പശുവിനെ കെട്ടിയാൽ അതോടനെ പശു അശ്വമായിട്ട് ഗണിച്ചു കൊള്ളണമെന്ന അർത്ഥം എടുക്കാൻ പാടില്ല. അതേമാതിരി ഇവിടെ ഈ പുരുഷന് തൊട്ടടുത്തായിട്ട് കൊണ്ടുപോയി അവ്യക്തത്തെ പറഞ്ഞതുകൊണ്ട് ആ അവ്യക്തത്തെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന പുരുഷനും പിന്നെ പ്രധാനവും പിന്നെ പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞ രീതിയിലുള്ള മഹത്ത് തുടങ്ങിയിട്ടുള്ള രീതിയിൽ പറയപ്പെട്ട ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന 24 തത്വങ്ങളിലെ അവ്യക്തമാണ് ഈ പ്രധാനമാണ് അവ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ തരത്തിൽ എടുക്കുന്നത് ശരിയല്ല എന്ന രീതിയിലാണ് ഇവിടുത്തെ പോക്ക് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ആ അവ്യക്തം ഇവിടെ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന അവ്യക്തം തദധീനത്വാത് പുരുഷാധീനമായിട്ടുള്ള അധീനത്തെയാണ് പുരുഷ അധീനം ആയിട്ടുള്ള മായയാണ് അവ്യക്തം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലാതെ സ്വതന്ത്രമായ പ്രധാനത്തെയല്ല. അതാണ് തദധീനത്വാത് എന്ന് പറഞ്ഞാൽ. എന്താ ഇതിൻ്റെ വ്യത്യാസം? ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷാധീനത്വം ആയ മായ എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ മായാശബളം ബ്രഹ്മ എന്ന് പറയുന്നത്. ആദ്യമുള്ളത് ബ്രഹ്മം മാത്രമാകുന്നു. പിന്നെ ആ ബ്രഹ്മത്തിൽ തപസാ ചീയതേ ബ്രഹ്മ തതോന്നമഭിജായതേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. അപ്പോൾ തപസാ ചീയതേ ബ്രഹ്മ, സൃഷ്ടി ആലോചന ബ്രഹ്മത്തിൽ വന്നു. അങ്ങനെ ആ സൃഷ്ടി ആലോചനയാൽ ബ്രഹ്മം വർദ്ധിച്ചു. അതാണ് തപസാ ചീയതേ വർദ്ധത്തെ. തപ ആലോചനേ. അപ്പോൾ തപസ്സുകൊണ്ട് ബ്രഹ്മം വർദ്ധിച്ചു എന്ന പ്രയോഗത്തിൽ പൂർവ്വസൃഷ്ടിയെക്കുറിച്ചുള്ള ആലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ എടുക്കേണ്ട. അവിടെ ആലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വസൃഷ്ടി വൃത്തി എന്നുള്ള അർത്ഥമാണ്. അപ്പം ഒരു സൃഷ്ടിജാല വൈവിധ്യങ്ങളെല്ലാം കൂടെ ആവിർഭവിക്കുന്നതിന് കാരണമായ ഒരു വൃത്തി ബ്രഹ്മത്തിൽ ആവിർഭവിച്ചു. തപസാ ചീയത്തെ ബ്രഹ്മ തതോന്നമഭിജായത്തെ, അതിൽ നിന്ന് അന്നമുണ്ടായി എന്ന്. തതഹ അന്നമഭിജായത്തെ. അന്നം എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിക്കുള്ള ആദി കാരണമായ രൂപത്തിലുള്ള അതെല്ലാം ഉണ്ടായി എന്നർത്ഥം. അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് മായയോടുകൂടി ചേർന്നു. അപ്പോൾ അങ്ങനെ ബ്രഹ്മം മായയോടുകൂടി ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ മായയോടുകൂടി ചേർന്ന ഈശ്വരന് മറ്റൊരു പേരാണ് മായാശബളം ബ്രഹ്മ എന്ന് പറയുന്നത്. മായയോടുകൂടി ബ്രഹ്മം ഈശ്വരൻ. അപ്പോൾ ആ ഈശ്വരന് വിധേയമായിട്ടാണ്, അധീനമായിട്ടാണ് മായ നിൽക്കുന്നത്. അപ്പോൾ മായയ്ക്ക് ഈ 2 തരത്തിലുണ്ട്. ഒന്ന് ജീവനെ അധീനപ്പെടുത്തി നിർത്തിയിരിക്കുന്ന മായയും ഈശ്വരൻ്റെ അധീനത്തിൽ നിൽക്കുന്ന മായയും എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് മായ നിൽക്കുന്നത്. അപ്പോൾ മായ ജീവന് അതീതം എന്ന് പറഞ്ഞാൽ ജീവനെ കഷ്ടപ്പെടുത്തുന്നവളായിട്ടും അതേസമയം പരമേശ്വരനെ സേവിക്കുന്നവളായിട്ടും നിൽക്കുന്നു. അധീനത്വമുള്ളത് കാരണം. അതുകൊണ്ടാണ് പരമേശ ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പരമേശ ശക്തിയായിട്ടുള്ള മായയാണ് അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നല്ല, സ്വതന്ത്രമായ പ്രധാനത്തെയല്ല. എന്തുകൊണ്ടാണ് എപ്പോഴും ഈ സ്വതന്ത്രമായ പ്രധാനം എന്ന് പറയുന്നത്? സാഖ്യന്മാരുടെ സിദ്ധാന്തത്തിൽ 2 ഉള്ളൂ. അതൊന്ന് പുരുഷനും 2 പ്രധാനവുമാണ്. ഈ പുരുഷനെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കേവല ഭോക്താവായ നിസ്സഹായനായ ജീവാത്മാവാണ്. പ്രകൃതിയാൽ ബദ്ധനായിട്ടുള്ള, പ്രകൃതിക്ക് വിധേയനായിട്ടുള്ള, അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്ന പ്രധാനം, ഈ പ്രധാനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവനാണ് സാഖ്യന്മാരുടെ പുരുഷൻ. ഇതിനപ്പുറത്ത് വേറൊരു പുരുഷനില്ല. ആ ഒരു പുരുഷനും പിന്നെ ഈ സർവശക്തിമയമായിട്ടുള്ള, സർവവ്യാപിയായിട്ടുള്ള ഏകാപ്രകൃതിയാണ്, ഒറ്റ പ്രധാനമാണ്, അനേകം പുരുഷന്മാരുമാണ്. അപ്പോൾ ആ ഒറ്റ പ്രകൃതിയായ, ഒറ്റ രൂപമായിട്ടുള്ള പ്രധാനം സർവശക്തിയോടും കൂടിയിട്ടുള്ള, സ്വയം തന്നെ സർവശക്തിയോട് കൂട്ടിയിട്ടുള്ളതും സർവസൃഷ്ടി സാമർഥ്യത്തോടും കൂടിയിട്ടുള്ളതാണ്. ആ സർവസൃഷ്ടി സാമർഥ്യം പ്രധാനത്തിന് ഉണ്ട് എന്നാണ് സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സർവസൃഷ്ടി സാമർഥ്യം പ്രധാനത്തിനുണ്ട്, അത് സ്വതന്ത്രയുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള സർവസൃഷ്ടി സാമർത്ഥ്യത്തോടും കൂടിയിട്ടുള്ള പ്രധാനവും പിന്നെ പ്രധാനത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ജീവനും. അപ്പോൾ ഇതിനപ്പുറത്ത് മൂന്നാമത് വേറൊന്നില്ല. അതേസമയം വേദാന്തത്തിലാണെന്നുണ്ടെങ്കിൽ പരമാത്മാവ്, പിന്നെ ആ പരമാത്മാവിനെ ആശ്രയിച്ച് നിൽക്കുന്ന മായയും, ആ മായയിൽ പരിമിതപ്പെട്ട നിൽക്കുന്ന ജീവാത്മാവും, അങ്ങനെയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ പ്രധാന ഇനിയിപ്പോൾ അടുത്ത അതിന് ആലംബനമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം തഥധീനത്വ തഥർത്ഥവത്ത് എന്നും കൂടെ ഉണ്ട്. അപ്പോൾ അർത്ഥവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂക്ഷ്മമായ അവ്യക്തം ഫലവത്താകുന്നു എന്ന്. അർത്ഥവത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളതാണ്. അപ്പോൾ ഇത് അപ്രകാരം പറഞ്ഞാൽ, അപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്ന പരമേശ്വരന് വിധേയമായിട്ടുള്ള മായയാണ് എന്ന് പറഞ്ഞാൽ അത് അർത്ഥമുള്ളതാണ്. എങ്ങനെയാണ് ഇത് അർത്ഥമുള്ളതായിത്തീരുന്നത്? കാരണം ഇതിവിടെ പറഞ്ഞിരിക്കുന്ന മായയെ സന്നാപ്യുഭയാത്മികാനോ മഹാദ്ഭുതാനിർവചനീയ രൂപ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് കാരണം ഇവിടെ സത്തെന്നും പറയാൻ പറ്റത്തില്ല, അസത്തെന്നും പറയാൻ പറ്റത്തില്ല, സത്തും അസത്തും ചേർന്നതാണെന്നും പറയാൻ പറ്റാത്ത മായ അനിർവചനീയ രൂപമായിട്ടുള്ളതും പരമേശ ശക്തിയാണ്. അപ്പോൾ ആ പരമേശ ശക്തിയായിട്ടുള്ള അനിർവചനീയമായിട്ടുള്ള മായ അവിടെ ഉണ്ടെന്ന് പറയാനും പറ്റത്തില്ല, ഇല്ല എന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ആകെ കൂടെ അത് ചെയ്തത് എന്താ? അത് ചെയ്തതെന്ന് പറയുന്നത് അവിടെ നമ്മൾ സ്വയം നമ്മളെ തന്നെ ജീവാത്മാവായിട്ട് കണ്ടു, പരമാത്മാവായി കണ്ടില്ല. ഇപ്രകാരം ഒരു അജ്ഞാന വൃത്തിയാൽ മൂടപ്പെട്ട ഒരുവനാക്കി നമ്മളെ മാറ്റുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ശക്തിവിശേഷം, അതാണ് മായ എന്ന് പറഞ്ഞത്. അതാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിനകത്തൂടെ നമുക്ക് കാണാം ഈ വിചാരത്താൽ, ആത്മവിചാരത്താൽ അവിടെ. അപ്പോൾ ആത്മവിചാരം എങ്ങനെയാണ്? അടുത്ത വിചാരത്തെക്കുറിച്ച് പറയുന്ന അടുത്ത സൂത്രം പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ജ്ഞേയത്വാ എന്ന് പറയുന്ന സൂത്രത്തിൽ ആത്മവിചാരത്തിൻ്റെ ആ മേഖലയാണ് വരുന്നത്. അപ്പോൾ ഈ തദർത്ഥവത്ത്, ഈ അർത്ഥവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മമായ അവ്യക്തം ഫലവത്താകുന്നു. അതായത് എങ്ങനെയാണ് ഇത് ഫലവത്താകുന്നത്? ഈ അവ്യക്തം ഫലവത്താകുന്നത് ഈ അവ്യക്തത്തിലാണ് ജീവൻ്റെ സ്ഥിതി എന്ന്. ഒന്ന് ജീവൻ്റെ സ്ഥിതിയും, രണ്ട് ജഗത്തിൻ്റെ സ്ഥിതിയും. ഈ അവ്യക്തമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജീവാത്മാവുമില്ല, അതുപോലെ ജഗത്തുമില്ല. അപ്പം ജഗത്തിൽ ഈ ജീവാത്മാ എന്ന രീതിയിൽ പരബ്രഹ്മത്തിന് പ്രകടമാകുവാൻ കാരണമായിട്ട് നിൽക്കുന്നത് അവ്യക്തമാണ്. അതേമാതിരി ഈ ഒരിക്കൽ പ്രകടമായി കഴിഞ്ഞാൽ പിന്നെ ജീവാത്മാവാണല്ലോ. അപ്പോൾ ആ ജീവാത്മാവിന് പിന്നെ ജീവാത്മത്വത്തിൻ്റെ പ്രസക്തി തന്നെ ഭോഗത്താലാണ്, കർമ്മഫലഭോഗം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഭോഗത്തിനായിട്ടുള്ള സൃഷ്ടിയായിട്ടുള്ളതും സൃഷ്ടി സാമഗ്രിയായിട്ടും കൂടെ കാണണം. അതായത് സൃഷ്ടിക്കപ്പെടുന്ന ജഗത്തും പിന്നെ അതിനെ അനുഭവിക്കുവാനുള്ള ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെയായിട്ട് മാറിയിട്ടുള്ളത് ഈ അവ്യക്തമാണ്. അതാണ് സ്ഥൂലപ്രപഞ്ചമായിട്ടും പിന്നെ സൂക്ഷ്മ ശരീരവുമായിട്ടും നിൽക്കുന്നത്. അപ്പോൾ സ്ഥൂല ശരീരം ഭോഗായതനമായിട്ടും, സ്ഥൂലപ്രപഞ്ചം ഭോഗ്യ വസ്തുക്കളായിട്ടും, പിന്നെ സൂക്ഷ്മ ശരീരം ഭോഗകരണങ്ങളായിട്ടും ഇപ്രകാരം ഒരു വൈചിത്ര ചിത്രീകൃതം. ഇതാണ് വിചിത്രമായ ചിത്രീകരണം എന്ന് പറയുന്നത്. ഇതാണ് വിചിത്രമായിട്ടുള്ള പ്രകടനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രകടനം മുഴുവൻ നടത്തിയിരിക്കുന്നത് ഏതെന്തിനെയാണോ ഇവിടെ അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ അവ്യക്തമാണ് പരമേശ ശക്തി. അപ്പോൾ ആ അവ്യക്തമായിട്ടുള്ള ആ പരമേശ ശക്തി
തത അർത്ഥവത്ത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിനെ അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അവ്യക്തം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് സർവശക്തിമയായിട്ടുള്ള ഈ അവ്യക്തം അത് ഇന്നത് എന്ന രീതിയിൽ നിർവചിക്കുവാൻ പ്രയാസകരമായിട്ടുള്ള ഒന്നാണ് എന്ന്. നിർവചിക്കുവാൻ പ്രയാസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്തെന്ന് നിർവചിക്കാൻ പറ്റത്തില്ല, അസത്തെന്ന് നിർവചിക്കാൻ പറ്റത്തില്ല. പിന്നെ അതെന്താണെന്ന് ഇത് അറിയാൻ സാധിക്കുന്ന ഒന്നായിട്ട് പറയുന്നുമില്ല. അതാണ് നിർവചിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതിനെയാണ് നിർവചിക്കാൻ സാധിക്കുക. അറിയാൻ സാധിക്കാത്തതിനെയാണ് അനിർവചനീയം എന്ന് പറയുന്നത്. അപ്പോൾ അവ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, ബുദ്ധിക്ക് അഗോചരമായിട്ടുള്ളതിനെയാണ് അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവ്യക്തം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അവ്യക്തമാണ്, പക്ഷേ ബുദ്ധിക്ക് ഗോചരമാണെന്നുണ്ടെങ്കിൽ അവ്യക്തം എന്ന് പറയാൻ പറ്റത്തില്ല. ബുദ്ധിക്ക് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിന്. അപ്പോൾ സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും ബോധിക്കുവാൻ അറിയാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചുരുക്കത്തിൽ ഒരു തരത്തിലും, കാരണം എന്താ, അതിൻ്റെ ഈ സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും കാരണമാകയാൽ. അതേസമയം പ്രധാനത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനം പ്രകൃതി പുരുഷ വിവേകം ചെയ്യുവാനാണ് സാഖ്യന്മാർ പറയുന്നത്. അപ്പം പ്രധാനമാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പം പ്രധാനവും പുരുഷനും വിവേകം ചെയ്യുമ്പോൾ പ്രധാനം വേറെയാണ് പുരുഷൻ വേറെയാണ് എന്ന് വിവേകജ്ഞാനത്തിലൂടെ പ്രധാനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പുരുഷൻ മുക്തനാകുന്നു എന്നാണ് സാഖ്യന്മാർ പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് എന്താണ് നമുക്ക് അത് കേട്ട് കഴിയുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലല്ലോ. പക്ഷെ തോന്നണം. എങ്ങനെയാണ്? പ്രധാനവും പുരുഷനും വേറെ വേറെയാണ് എന്ന് വിവേകം ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രധാനത്തെയും അറിയണം, പുരുഷനെയും അറിയണം. അതായത് പുരുഷനെ സ്വതന്ത്രനായിട്ട് പുരുഷനെ അറിയണം. സ്വതന്ത്രനായിട്ട് പുരുഷനെ അറിയണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയിൽ നിന്നും സ്വതന്ത്രനാണ് പുരുഷനെന്നറിയണം. അപ്പം പ്രധാനത്തിൽ നിന്നും സ്വതന്ത്രനാണെന്നറിയണമെങ്കിൽ പ്രധാനം എന്താണെന്ന് അറിയണം. പ്രധാനം എന്താണെന്ന് അറിഞ്ഞെങ്കിലല്ലേ പുരുഷന് വേറെന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സ്വതന്ത്രമാണ് എന്നറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള പ്രധാനത്തെ അറിവിന് ആക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. അനിർവചനീയത്വം പിന്നെ പ്രധാനത്തിന് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ബുദ്ധിഗോചരം എന്നതിലേക്ക് വന്നു. അതായത് അറിയപ്പെടുന്നതിന് വിധേയമായിട്ട് മാത്രമേ പ്രകൃതിയെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം പ്രകൃതി പുരുഷ വിവേകത്തിൽ നമുക്ക് പുരുഷനെ അറിഞ്ഞു, പ്രകൃതി അറിയേണ്ട കാര്യമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പ്രകൃതിയെയും പുരുഷനെയും വേറെ വേറെയായിട്ട് വിവേകജ്ഞാനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ അവ്യക്തമായിട്ട് അല്ലെങ്കിൽ അനിർവചനീയമായിട്ടോ അറിയപ്പെടാത്തതായിട്ടോ പ്രകൃതി കിടക്കുകയും പുരുഷൻ അറിയുന്നവനായിട്ട് കിടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതി പുരുഷ വിവേകം സാധ്യമല്ല. തീർച്ചയായിട്ടും പ്രകൃതിയല്ല പുരുഷനെന്നും പുരുഷനല്ല പ്രകൃതിയെന്നും അറിയണമെന്നുണ്ടെങ്കിൽ പ്രകൃതിയെയും പുരുഷനെയും വേറെ വേറെയായിട്ട് ശുദ്ധമായ രീതിയിൽ വേർതിരിച്ച് തന്നെ അറിയണം. അല്ലാതെ ഒന്ന് അറിഞ്ഞതും മറ്റേതറിയാത്തതുമായിട്ട് മാറ്റിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അഹം സ്വതന്ത്ര എന്ന് ഞാൻ എന്നെ തന്നെ സ്വതന്ത്രനായിട്ട് അങ്ങ് കൽപ്പിച്ചു വെച്ചു. പിന്നീട് എന്തിൽ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രധാനത്തിൽ നിന്ന്. ഈ പ്രധാനം എന്താണ്? ആ പ്രധാനം എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് നിർവചിച്ചിരിക്കണം. അല്ലാതെ പ്രധാനം എന്താണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല, അത് അനിർവചനീയമാണ്, പക്ഷേ ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞ് പോകുക സാധ്യമല്ല. അപ്പോൾ സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്ന പ്രധാനം അറിയാൻ സാധിക്കുന്ന ഒന്നാണ്. അതേസമയം വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന അവ്യക്തം അറിയാൻ സാധിക്കുന്ന ഒന്നല്ല. ഇതാണ് അതിൻ്റെ വ്യക്തമായ പ്രകടമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അവ്യക്തത്തെ പ്രധാനം എന്ന് പറയുക സാധ്യമല്ല എന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ സാഖ്യന്മാർ വേദത്തെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന അവ്യക്തം ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രധാനമാണ്, ആ പ്രകാരം ഞങ്ങൾ വേദത്തെ പ്രമാണമായിട്ട് സ്വീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിനെ ഇവിടെ നിഷേധിച്ചിരിക്കുന്നു. ഇത് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം. ഈ രീതിയിലാണ് സാഖ്യന്മാർ വേദപ്രമാണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ എല്ലാം ഒന്നാണ്, ചക്കപ്പുഴുക്ക് പോലെ അവിയൽ പോലെ എല്ലാം ഉള്ളതാണ് വേദം എന്ന് പറഞ്ഞ് നമ്മൾ നടക്കും. അതാണ് സാധാരണ എല്ലാവരും നടക്കുന്നത്. വേദത്തിൽ അതുമുണ്ട് ഇതുമുണ്ട് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് അത് വേണ്ടവർക്ക് അതെടുക്കാം, ഇത് വേണ്ടവർക്ക് ഇതെടുക്കാം എന്ന്. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വേദത്തിന്
വ്യക്തതയുണ്ട്. അല്ലാതെ അവ്യക്തത്തിൽ കിടക്കുന്ന ഒന്നല്ല വേദം എന്ന് പറയുന്നത്. ആ വേദത്തിൻ്റെ വ്യക്തതയാണ് കഠോപനിഷത്തിൽ. ഇപ്പം വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൂടെ വലിച്ചു വാരി എടുക്കേണ്ടതില്ല. കഠോപനിഷത്തിൽ എന്താണ് കഠോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്? വ്യക്തതയുണ്ട് കഠോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇത് കഠോപനിഷത്തിലെ മന്ത്രം എടുത്തിട്ടാണല്ലോ അവർ സാഖ്യത്തിൻ്റെ പ്രധാനമാണെന്ന് പറയുന്നത്. കഠോപനിഷത്തിന് വ്യക്തമായിട്ടുണ്ട്. കഠോപനിഷത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. 1 അഗ്നി, അതാണ് അഗ്നികർമ്മം എന്ന് പറയുന്നത്. 2 ജീവൻ, 3 പരമാത്മാ. ഈ പറഞ്ഞിരിക്കുന്ന 3 ആ കഠോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ജീവനും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് സർവശ്രുതികളിലൂടെയും പറഞ്ഞിരിക്കുന്നത്. ആ സർവശ്രുതികളിലൂടെയും ശ്രുതിസാരം എന്നുള്ളതാണ് അവിടെ കാണേണ്ടത്. ശ്രുതിസാരം. പിന്നെ ആ ശ്രുതിസാര എന്താണെന്നുള്ളത് 1. പിന്നെ അതിനോടനുബന്ധമായിട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും സ്വതന്ത്രമായിട്ട് എടുക്കരുത്. അപ്പം ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം. ഇപ്പം ശ്രുതിസാരം എന്താ? ശ്രുതിസാരം എന്ന് പറയുന്നത് മഹാവാക്യം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏകവാക്യത എന്ന് പറയുന്നത്. ശ്രുതിസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ശ്രുതികളും കൂടെ ഏതൊന്നിലേക്കാണോ പോയി സമന്വയിച്ചിരിക്കുന്നത്, തത്വസമന്വയാ, ഏതൊന്നിലേക്കാണോ സമന്വയിച്ച് നിൽക്കുന്നത്, അതാണ് ആ ശ്രുതികളുടെ സാരം. അതെന്താ? അഹം ബ്രഹ്മാസ്മി, ജീവാത്മ പരമാത്മാ ഭേദത്വം, സർവം ഖല്ലിതം ബ്രഹ്മ, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ. ഇത് സർവത്രയുണ്ട്. സർവത്ര അത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതാണ് ശ്രുതിസാരം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ശ്രുതിസാരത്തിലാണെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നതിനകത്താണെങ്കിൽ അഹം ജീവാത്മാ, ബ്രഹ്മ പരമാത്മാ, ജീവാത്മ പരമാത്മയോഹോ. അവിടെ എന്താ കാണേണ്ടത്? ഐക്യമാണോ അഭേദമാണോ? ഇപ്പോൾ ഏത് തരത്തിലാണ്? ഭിന്നത്വമാണോ? ജീവാത്മ പരമാത്മാക്കൾ ഭിന്നമാണ്. ജീവാത്മ പരമാത്മാക്കളിൽ ജീവാത്മാ പോയിട്ട് ബ്രഹ്മത്തിൽ ലയിക്കുകയാണ്. ബ്രഹ്മം അനന്തവും അജ്ഞാതം അവർണ്ണനീയം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ കിടക്കുന്ന ഒന്നാണ്. അതേസമയം ജീവാത്മാ കുടിലസ്തു പരതന്ത്രനുമാണ്. പിന്നെന്താണ്? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയഭോഗി, ഈ തരത്തിൽ കിടക്കുന്നതാണ്. പിന്നെ ഇപ്പം എന്താ ചെയ്യേണ്ടത്? പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കരിച്ച് ഒരു ശുദ്ധമാക്കി എടുക്കണം. അങ്ങനെ ശുദ്ധമാക്കി എടുത്തു കഴിയുമ്പോൾ അപ്പോൾ പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശുദ്ധീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു തുള്ളി അവശേഷിക്കും. ആ ഒരു തുള്ളി പോയിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കുവാൻ യോഗ്യമായി തീരും. ഇതിങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നും. അതാണ് മായ എന്ന് പറഞ്ഞത്. അങ്ങനതൊക്കെ ഇങ്ങനെ കേൾക്കുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നതാണ് മായ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൊണ്ടുപോയിട്ട് നമ്മുടെ തലയിൽ ഐഡിയ കൊണ്ടിട്ട് തരുന്നത്. പക്ഷേ അതല്ല ശ്രുതി പറഞ്ഞിരിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധീകൃത അഹം ബ്രഹ്മാസ്മി എന്നല്ല. ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രഹ്മമാകുന്നു എന്നല്ലതാണ് തത്വമസി പറഞ്ഞിരിക്കുന്നത്. ശുദ്ധീകരിച്ച് ഞാൻ നിന്നെ ബ്രഹ്മമാക്കാം എന്നല്ല. ബ്രഹ്മ ഭവിഷ്യാമി എന്നുള്ളതല്ല. അഹം ബ്രഹ്മ ഭവിഷ്യാമി എന്താണ്? ഇത്ര ജന്മങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഇത്ര കർമ്മങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറത്തെ സാധനകൾക്ക് ശേഷം അഹം ബ്രഹ്മ ഭവിഷ്യാമി എന്നൊന്നുമല്ല. ഡയറക്റ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഡയറക്റ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കാലാന്തര ബ്രഹ്മപ്രാപ്തി അല്ല പറഞ്ഞിരിക്കുന്നത്. തത്വമസിയിലെ കാലാന്തര ബ്രഹ്മപ്രാപ്തി അല്ല പറഞ്ഞിരിക്കുന്നത്. ത്വം ബ്രഹ്മ അസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റാണ്. പിന്നെ ഒന്നേ ഉള്ളൂ അവിടെ. അഹം ബ്രഹ്മ അസ്മീതി അഹം ജാനാമി വാ ന ജാനാമി. ഞാൻ ബ്രഹ്മമാണെന്ന് ഞാൻ അറിയുന്നോ ഞാൻ അറിയുന്നില്ലയോ, ഇത്രയേ ഉള്ളൂ. അഹം ബ്രഹ്മ ഭവിഷ്യാമി എന്നല്ല, അഹം അസ്മി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഹമസ്മി എന്നുള്ളത് ഈ തത്വമസി എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യ ശ്രവണാനന്തരം കാലാന്തരത്തിൽ അപേക്ഷ മറ്റൊരു കാലത്തിൽ പോയിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന തരത്തിലേക്ക് ആണ് എങ്കിൽ പിന്നെ ഈ ഉപദേശങ്ങൾക്കൊന്നും അർത്ഥമില്ല. കാരണം അവിടെ അർജുനൻ ഭഗവാനും തമ്മിലുള്ള സംവാദത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിലും അർജുനൻ്റെ അടുത്ത് ഭഗവാൻ പറയുന്നത് നീ പിന്നെ നന്നാവും എന്നുള്ളതല്ല. നീ ആത്മാ എന്ന് പറയുന്നതിൻ്റെ നിർവചനം ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്
എന്ന് പറഞ്ഞ് നഹന്യതേ ഹന്യമാനേ ശരീരേ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ അവിടെ കാണുന്നല്ലോ. അത് തന്നെയാണ് കഠോപനിഷത്തിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആത്മാവിനെക്കുറിച്ചുള്ള നിർവചനത്തിൽ ആത്മാ ഭവിഷ്യത്തി എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. ത്വമാത്മാ ഭവിഷ്യത്തി. ആത്മാ എന്ന് പറഞ്ഞാൽ ജീവാത്മ പരമാത്മ അഭേദത്വമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഐക്യത്വമല്ല എന്ന്. ഏകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാ പരമാത്മാവിലേക്ക് പോയിട്ട് ലയിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്ന ലയ അർത്ഥത്തിലുള്ള ഒരു ഐക്യം എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്, ഏകത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകത എന്ന് പറഞ്ഞാൽ ജീവാത്മാ ഏവ പരമാത്മായ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ജീവാത്മാ പരമാത്മാവിൽ പോയിട്ട് ലയിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഈ തരത്തിലാണ് ഇതിൻ്റെ പോക്ക് എന്നുണ്ടെങ്കിൽ അവിടെ ഏകവാക്യത എന്ന് പറയുന്നത് വ്യക്തമായിട്ട് നമുക്കുണ്ടാകണം. അപ്പോൾ ഏകവാക്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വശ്രുതികളിലും പറഞ്ഞിരിക്കുന്നത് ഒരു വാക്യത്തിലേക്ക് അവസാനിക്കുന്നതാണ്. അതായത് അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ സർവം കല്ലിതം ബ്രഹ്മ അല്ലെങ്കിൽ പ്രജ്ഞാനം ബ്രഹ്മ, ഈ തരത്തിലുള്ള വാക്യത്തിലേക്കാണ്. ഒരു വാക്യം മറ്റൊരു വാക്യത്തിൽ നിന്നും ഭിന്നമല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ നിന്നും യാതൊരു വിധത്തിലുള്ള അർത്ഥഭേദവും സർവം ഖലിതം ബ്രഹ്മ എന്നതിലില്ല എന്നും, യോസാവസൗ പുരുഷസോഹമസ്മി എന്ന മറ്റൊരു വാക്യം എടുത്തു കഴിഞ്ഞാൽ അതിലുമില്ല എന്നും, അങ്ങനെ സർവവാക്യങ്ങളിലും ഏകവാക്യത നമ്മളിവിടെ കാണണം. ഇത് കാണണം ഇത് ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? സാധ്യമാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഇതിനകത്ത് ഈ അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്ന മായ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ അസത്യമായിട്ടുണ്ട്. അസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്തും അസത്തുമല്ലാത്ത അജ്ഞാന രൂപമാണ് എങ്കിൽ മാത്രമേ അത് സാധ്യമാവത്തുള്ളൂ. കാരണം ശ്രുതി പറയുന്നത്, ഈ ശ്രുതിയുടെ ഒരു വാക്യമുണ്ടല്ലോ, ആ വാക്യം ഇതാണ്: ജ്ഞേയത്വ അവചനാച്ച, അതായത് അറിയപ്പെടുവാൻ യോഗ്യം, ജ്ഞേയത്വ അവചനാത് എന്ന് പറഞ്ഞിട്ടില്ലാത്തതിനാൽ, അവചനാത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ലാത്തതിന്. അപ്പം ജ്ഞേയത്വ യോഗ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ജ്ഞേയത്വ അവചനം എന്ന് പറഞ്ഞ്, അതായത് അറിയപ്പെടുവാൻ യോഗ്യം എന്ന് പറഞ്ഞിട്ടില്ലാത്തതിനാൽ. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രധാനത്തെ പറ്റി അല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തർത്ഥം? ഇവിടെ സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും വേദാന്തം പറഞ്ഞിരിക്കുന്നതിനകത്തുള്ള വ്യത്യാസത്തെയാണ് ഈ സൂത്രത്തിൽ പറയുന്നത്. സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്നത് പ്രധാനത്തെ അറിയാൻ യോഗ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം പ്രകൃതി പുരുഷ വിവേകം നടത്തിയെങ്കിലേ മുക്തി സാധ്യമാവത്തുള്ളൂ എന്നാണല്ലോ സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പ്രധാന അറിയാൻ യോഗ്യമാണ് എന്ന് പറഞ്ഞു. അതേസമയം വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? യോഗ്യം, അവ്യക്തം അറിയാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞു. അതാണ് ജ്ഞേയത്വ അവചനാത്ത് എന്ന് പറഞ്ഞാൽ അവ്യക്തത്തെ അറിയാൻ യോഗ്യമല്ല. കാരണം അവ്യക്തത്തെ അറിഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. അവ്യക്തത്തെ അല്ല അറിയാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ ഇനിയിപ്പം ഇവർ പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്: അശബ്ദമസ്പർശമരൂപമവ്യയം തഥാരസം നിത്യമഗന്ധവച്ചയത് അനാദ്യനന്തം മഹതഃ പരം ധ്രുവം നിചാര്യതം മൃത്യുമുഖാത് പ്രമുച്യത്തെ. മൃത്യുമുഖത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. അത് മുക്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മുക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് മുക്തി പ്രാപിക്കുന്നത്? അതിനെ അറിഞ്ഞിട്ട്, നിചാര്യതം മൃത്യുമുഖാത് പ്രമുച്യതേ, അതിനെ അറിഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പം അറിഞ്ഞിട്ട് എന്നുള്ള പ്രയോഗം പറഞ്ഞിട്ടുണ്ട്. അശബ്ദം അസ്പർശം അരൂപമവ്യയം. അപ്പം അശബ്ദവും ശബ്ദമല്ലാത്തത്, അസ്പർശം സ്പർശത്തിന് വിധേയമല്ലാത്തത്, അരൂപം രൂപമല്ലാത്തത്, അവ്യയം വ്യയമില്ലാത്തത്, അരസം രസമല്ലാത്തത്, അതായത് പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളല്ല എന്നുള്ളതിൽ നിരാസ നടത്തുകയാണ്. നിത്യം അഗന്ധവച്ചയത്, അഗന്ധം ഗന്ധമല്ലാത്തത്. തത് അനാദ്യനന്തം, അനാദിയാണ് അനന്തമാണ്, ആദിയും അന്തവും അല്ലാത്തതാണ്. പിന്നെ അന്തം മഹതഃ പരം ധ്രുവം, മഹത്തിനേക്കാളും പരമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു വാക്ക് കാണാം നമുക്ക്, മഹത്തിനും അതീതമായിട്ടുള്ളത്, മഹതഃ പരം ധ്രുവം. അപ്പം മഹത്തിനും അതീതമായിട്ടുള്ളത് എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രയോഗത്തെ എടുത്തുകൊണ്ട് സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്നത്
ഇത് കഠോപനിഷത്ത് 2:2-15 അപ്പോൾ അവിടെ അവ്യക്താത് പുരുഷ പരഹ എന്നുള്ളതിനകത്ത് മഹതഃ പരം അവ്യക്തം അവ്യക്താത് പുരുഷ പരഹ എന്ന് പറഞ്ഞിട്ട് മഹത്തിന് ശേഷം അവ്യക്തവും അവ്യക്തത്തിന് ശേഷം പുരുഷനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ മന്ത്രം എടുത്തു കഴിഞ്ഞാൽ കഠോപനിഷത്തിലെ 2:2-15 മന്ത്രം പറഞ്ഞിരിക്കുന്നത് മഹതഃ പരം ധ്രുവം എന്ന് പറയും. മഹത്തിന് പരമായിട്ടുള്ളതും ധ്രുവവും ആയിട്ടുള്ളത് അതിനെ അറിഞ്ഞിട്ട് മൃത്യുമുഹാത് പ്രമുച്യത എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് അവ്യക്തത്തെ അറിഞ്ഞാൽ മൃത്യുവിനെ നിന്നും സ്വതന്ത്രമാവുന്നു എന്ന രീതിയിൽ ഇവിടെ കിട്ടുന്നു എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മഹത്തിനെ ഉപരിയായിട്ട് അവ്യക്തമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് മഹത്തിന് ഉപരിയായിട്ടുള്ള അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനമാണെന്നും ആ പ്രധാനത്തെ അറിഞ്ഞിട്ടാണ് മുക്തി എന്നുള്ളതും എന്ന രീതിയിലാണ് സാഖ്യന്മാർ വാദിക്കുന്നത്. പക്ഷേ വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. മഹതഃ പരം അവ്യക്തം എന്ന് പറഞ്ഞിട്ട് ആ അവ്യക്തത്തെ അറിയാൻ പറയുന്നില്ല. പകരം അറിയുന്നത് എന്താണ്? അവ്യക്താത് പുരുഷ പരഹ പുരുഷാന്ന പരം കിഞ്ചിത് സാകാഷ്ടാ സാ പരാഗതി എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവ്യക്തത്തെ അറിയാനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, പകരം പുരുഷനെ അറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. പുരുഷാന്ന പരം കിഞ്ചിത് സാകാഷ്ടാ സാ പരാഗതി എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷനാണ് പരാഗതിയായിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അവ്യക്തമല്ല. അപ്പോൾ ഈ സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്നത് അവ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രധാനത്തെ അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രധാനത്തെയും പുരുഷനെയും അറിയാൻ സാധിക്കുന്നു. അങ്ങനെ അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ പ്രകൃതി പുരുഷൻ വിവേകം നടത്തുകയും പ്രകൃതിയിൽ നിന്ന് സ്വതന്ത്രനാണ് പുരുഷൻ എന്നറിഞ്ഞിട്ട് മുക്തനായി തീരുകയും ചെയ്യുന്നു എന്നാണ് സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിത് വ്യക്തമായിട്ടുള്ള ധാരണയില്ല എങ്കിൽ നമുക്കിതെല്ലാം കേട്ട് കഴിഞ്ഞാൽ എന്താ ഇതിനകത്ത് ഇത്ര വ്യത്യാസം, ഇവർ പറയുന്നത് ശരിയല്ലേ എന്ന് തോന്നും. പക്ഷേ അതിനാണ് പറയുന്നത് ബുദ്ധിക്ക് നമുക്കൊരു വ്യക്തത വരണം. ആ വ്യക്തത ഇതാണ്. അതായത് ബദ്ധനായ പുരുഷനെ, പ്രകൃതിയിൽ ബദ്ധനായ പുരുഷനാണ് ഞാനെന്ന്, പ്രകൃതിയിൽ ബദ്ധനായിട്ടുള്ള പുരുഷനാണ് സത്യമെന്നാണ് സാഖ്യന്മാർ പറയുന്നത്. പിന്നെ ആ ബദ്ധനായ പുരുഷന് പുരുഷപ്രകൃതി വിവേകം ചെയ്തു കഴിഞ്ഞാൽ സ്വതന്ത്രനാകുന്നു എന്ന് സാഖ്യന്മാർ പറയുന്നു. ഇവിടെ ചോദ്യം ഇതാണ്: പുരുഷൻ പ്രകൃതിയിൽ ബദ്ധനാണ് എന്നത് തിരിച്ചറിയണമല്ലോ ആദ്യം. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ സ്വതന്ത്രമാകും? പ്രകൃതി എന്ന് പറയുന്ന പ്രധാനം സർവശക്തമാണ് എന്നും പുരുഷൻ സ്വതന്ത്രമാണ് എന്നും തിരിച്ചറിയണമെന്ന് സാഖ്യന്മാർ പറയും. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ അങ്ങനെയുള്ള പ്രസ്താവനയിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. അതായത് പ്രകൃതി സർവശക്തമാണ്, പുരുഷൻ സ്വതന്ത്രമാണ് എന്ന് എങ്ങനെ തിരിച്ചറിയും? വിവേകം കൊണ്ട് തിരിച്ചറിയണം. എന്ത് തരത്തിലുള്ള വിവേകമാണ് ഇത് കൊണ്ടുവരാൻ പറയുന്നത്? ഇവർ കൊണ്ടുവരാൻ പറയുന്ന വിവേകം എന്ന് പറയുന്നത് ത്രിഗുണങ്ങളുടെ വിവേകം നടത്തണം എന്നുള്ളതാണ്. ത്രിഗുണങ്ങളുടെ വിവേകം എന്ന് പറയുന്നത് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണത്തിൻ്റെയും സമന്വയ രൂപമാണ് പ്രധാനം എന്ന്, ഗുണങ്ങളുടെ സാമ്യരൂപമായിട്ടുള്ള പ്രധാനം സർവശക്തമാണ് എന്ന് അറിയുകയും പ്രകൃതിയിൽ പുരുഷൻ കുടുങ്ങിക്കിടക്കുകയാണ് എന്നും അറിയണം. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ജ്ഞാനം പ്രധാനത്തെക്കുറിച്ച് കിട്ടണമെന്നാണ്. ചോദ്യം ഇതാണ്: ഏത് തരത്തിലുള്ള ജ്ഞാനമാണ് പ്രധാനത്തെക്കുറിച്ച്? പ്രധാനം ആർക്കാണ് ജ്ഞാനം കൊണ്ട് കൊടുക്കുന്നത്? എങ്ങനെയാണ് ഈ പ്രധാനത്തിന് ജ്ഞാനം കിട്ടുന്നത്? പ്രകൃതിയിൽ കുടുങ്ങിക്കിടക്കുന്ന പുരുഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുരുഷന് ജ്ഞാനം സ്വതന്ത്രമായിട്ടുണ്ടാകുമോ, അതോ പുരുഷ വിവേകം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള വിവേകം നടത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത്? എവിടെയാണ് ആ വിവേകജ്ഞാനം ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല എന്ന്. അതായത് ഏത് തരത്തിലുള്ള ജ്ഞാനം എവിടെയാണ് ഉണ്ടാകുന്നത്? ബുദ്ധിയിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ബുദ്ധി വീണ്ടും പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രധാനത്തിൻ്റെ ഭാഗമാണ്. അപ്പം പ്രധാനത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ പ്രധാനത്തിൽ തന്നെയാണ് നിങ്ങൾ പറയുന്ന ജ്ഞാനം ഉണ്ടാകുന്നതും. പ്രധാനത്തിൽ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതൊരു ഔട്ട്സൈഡുള്ള ആർഗ്യുമെൻ്റാണ്. ബുദ്ധി എന്ന് പറയുന്ന പ്രധാനത്തിൻ്റെ വികാരമാണ്. അപ്പം ബുദ്ധി
ആ ബുദ്ധിയുടെ ഭാഗമായി, അതായത് പുരുഷൻ്റെ ഭാഗമല്ലല്ലോ, ആ ബുദ്ധിയിൽ ജ്ഞാനം ഉണ്ടായാൽ എങ്ങനെയാണ് പുരുഷന് ജ്ഞാനം കിട്ടുക? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. പുരുഷന് സ്വതന്ത്രമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പുരുഷന് ജ്ഞാനം ഉണ്ടാവണം, അല്ലാതെ ബുദ്ധി ജ്ഞാനം ഉണ്ടായിട്ട് കാര്യമില്ല. ബുദ്ധിയാണെങ്കിൽ പ്രധാനത്തിലാണ്, അപ്പോൾ പ്രധാനത്തിന് മാത്രമേ ജ്ഞാനം അവിടെ ഉണ്ടാകത്തുള്ളൂ. ഈ ആർഗ്യുമെൻറ്റും അവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ഇവർ പറയുന്നത് കൃത്യമായിട്ട് പുരുഷനും പ്രകൃതിയും വേറെയാണെന്നും പ്രകൃതിയിൽ പുരുഷൻ കുടുങ്ങി കിടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു കുരുക്കാണ് കിടക്കുന്നത്. അല്ലാതെ പ്രകൃതി പുരുഷ വിവേകജ്ഞാനമുണ്ടായാൽ പ്രകൃതിയിൽ നിന്നും പുരുഷൻ അങ്ങനെ സ്വതന്ത്രമായി എന്നുള്ളത് വെറും വാക്ക് മാത്രമാണ്. അത് അനുഭവത്തിൽ കൊണ്ടുവരിക സാധ്യമല്ലാത്ത ഒന്നാണ്. അതാണ് വദതീതി ചേത് ന പ്രാജ്ഞോ ഹി പ്രകരണാത്. അപ്പം അവർ പറയുകയാണ് അങ്ങനെയല്ല, വദതീതി ചേത് അതങ്ങനെയല്ല, പറയുന്നുണ്ട് എന്നാണെങ്കിൽ പറയുന്നത് പ്രാജ്ഞോ ഹി പ്രകരണ, പ്രാജ്ഞനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ പ്രകൃതി അല്ലെങ്കിൽ പ്രധാനത്തെക്കുറിച്ചല്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അർത്ഥം ഇതാണ്, ഈ നിജായതം മൃത്യുമുഹാത് പ്രമുച്യത്തെ എന്നുള്ളതാണല്ലോ. 2:3:15 അല്ലേ? 2:3:15 2:3:15 നിചായ തന്മൃത്യുമുഹാത് പ്രമുച്യത്തെ. ഇതാണ് സുമന്ത്രം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിത ദുരത്യയ ദുർഗം ഭതസ്തത് കവയോ വദന്തി. 14ാമത്തെ മന്ത്രം. അപ്പോൾ അവിടെ എന്താ പറയേണ്ടത്? ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത. വരാൻ പ്രാപ്യ നിബോധത. വരാൻ ശ്രേഷ്ഠാൻ പ്രാപ്യ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആചാര്യന്മാർ. അപ്പോൾ ഇവിടെ ഈ ഇത് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരെയാണ് ഇവിടുത്തെ ആചാര്യന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ആചാര്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ ഊർധ്വദൃഷ്ടിയായിട്ട് നിൽക്കുന്ന ബ്രഹ്മജ്ഞാനികളെ തപ്പി അത് വേറൊരു ധാരണ. അതും കൊണ്ട് നടക്കരുത്. വ്യക്തമായിട്ട് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ശങ്ക കൂടാതെ വ്യക്തമായിട്ട് നമുക്ക് വ്യാഖ്യാനിച്ച് നൽകാൻ പറ്റുന്ന ആൾക്കാരെയാണ് ആചാര്യന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല മറ്റൊരർത്ഥത്തിലേക്ക് പോകരുത്. ഇതെല്ലാം എന്താണ് സ്പർശദീക്ഷ, ദൃഷ്ടിദീക്ഷ, പിന്നെ ഇങ്ങനെയുള്ള സ്പർശം കൊണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടാക്കി തരും, ദൃഷ്ടി കൊണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുന്നു, പിന്നെ പഴം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ബ്രഹ്മജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ തരത്തിലുള്ള ഇത്രയൊക്കെയുള്ള വലിയ വലിയ ശക്തികൾ കയ്യിലും കാലിലും മുഖത്തും ഒക്കെ പാദത്തിലും ഒക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, എന്താണ് തീഗോളങ്ങൾ പോലെ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, തൊട്ടാ ഉടനെ ഇങ്ങനെ പ്രവഹിക്കുന്നു. ചിലർക്ക് കരണ്ട് അടിക്കുന്നു, ചിലർക്ക് അങ്ങനെ ദേഹം മുഴുവൻ വിയർക്കുന്നു, ചിലർ ഇങ്ങനെ അബോധത്തിലേക്ക് പോകുന്നു. ഇത്തരത്തിലുള്ള ധാരണകളിലേക്കൊന്നും പോരാ. സൂക്ഷ്മ ശരീരത്തിൻ്റെ തലത്തിൽ ഇങ്ങനെയുള്ള പല പരിപാടികളും നടത്താൻ പറ്റും. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയുള്ള ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യാം. എന്നു പറഞ്ഞാൽ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ്. ശ്രദ്ധയുണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. കാരണം ഈ എന്താണ് നമ്മൾ ഈ പൂജ തുടങ്ങുമ്പോൾ ഉടൻ തന്നെ വലിയ മണിയടിക്കലും ഇതുണ്ടല്ലോ, ചെണ്ടകൊട്ടലും മണിയടിക്കലും ശംഖ് വിളിക്കലും ഒക്കെ നടത്തുന്നത്. ശംഖും മണിയടിയും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പൂജ എന്ന് വിചാരിക്കരുത്. ശംഖ് അതെന്ന് പറയുന്നത് ഈ ശ്രദ്ധ ഇങ്ങോട്ട് തിരിച്ചു. അങ്ങനെ തിരിച്ചു കഴിയുമ്പോഴത്തേക്ക് പൂജ വേറെ. പൂജയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മന്ത്രം, പിന്നെ സങ്കല്പം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ മാതിരി ഈ ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്ന പലതും ഇവിടെ പല അഭ്യാസങ്ങളും കാണിക്കും. ഈ അഭ്യാസങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇതാണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാക്കുന്നത്, ഇതാണ് മുക്തി ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലെടുക്കരുത്. അതൊക്കെ എന്ന് പറയുന്നത് ഈ എന്താണ് ബാലന്മാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഈ ഓല പി കാണിക്കുന്നത് മാതിരിയുള്ള എന്താണ്. പിന്നെ ഈ ചെണ്ടകൊട്ടലുണ്ടോ ഇങ്ങനെ കടകടകാണ് അടിക്കുന്നത്, ഡമരുവോ, ഇങ്ങനെയുള്ള ചെറിയ ഈ 10 രൂപയ്ക്ക് കിട്ടുന്ന ഇതുണ്ടല്ലോ, ഇതൊക്കെ കേട്ട് ഇങ്ങനെ ആഘോഷമൊക്കെ കാണിക്കും എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക പല വേഷം കെട്ടലുകളും ഉണ്ടാവും എന്നർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യന്മാർ തന്നെ അത് കാണിക്കും. ആ വേഷം കെട്ടലിന് എത്രയേ ഉള്ളൂ എന്ന് അവർക്കും അറിയാം. പക്ഷേ ഇത് അതിൻ്റെ ആ സമയത്ത് അത് വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അതില്ല എങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അവരത് കിട്ടുന്ന സ്ഥലത്തേക്ക് അവർ പോകും. അങ്ങനെ അവർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ
ഇതൊക്കെ എടുക്കുന്നത്. അതാണ് ഈ സന്യാസം ഒക്കെ കൊടുക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവരെവിടെയാണോ കൊടുക്കുന്നത് അവിടെ മേടിക്കാൻ പോകും. അതുകൊണ്ടാണിത്. അപ്പോൾ ഇതിനൊക്കെയാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഒരു രീതി ഒരു ചട്ടവും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതികളിലൊക്കെ പോകും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ, സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കാവി ഉടുത്തു എന്നുള്ളതുകൊണ്ട് ഉടനെ ഇനി എല്ലാം ബ്രഹ്മജ്ഞാനമായി എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഉടൻ തന്നെ രാവിലെയും വൈകുന്നേരവും മണിമുട്ടലും കൊണ്ട് നടന്നിട്ടും കാര്യമില്ല. പിന്നെന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പം ആചാര്യാൻ പ്രാപ്യ, പിന്നെന്താ, ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യ ദുർഗം പതസ്തത് കവയോ വദന്തി. വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെന്താ, അശബ്ദമസ്പർശമരൂപമവ്യയം. ഇതാണ് ബുദ്ധിമുട്ട്. മാർഗം ബുദ്ധിമുട്ടുള്ളതായത് ഇങ്ങനെയാണ്, അശബ്ദമസ്പർശം. അപ്പോൾ ഈ എന്തിനെയാണോ നേടേണ്ടത് അതിൻ്റെ സ്വരൂപമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സ്വരൂപം ഇപ്രകാരമുള്ളതാണ്, അശബ്ദം. ആ അശബ്ദത്തിലേക്ക് പോയി എത്താൻ എന്താ ചെയ്യേണ്ടത്? അറിയത്തില്ലല്ലോ. അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉപാസനാമൂർത്തിയും ഈ പറഞ്ഞ നിർവചനത്തിന് വിധേയമാവത്തില്ല. അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏത് ഉപാസനാമൂർത്തിയെ കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ സാധാരണഗതിയിൽ ആൾക്കാർ ആകർഷിക്കപ്പെടുന്നത് ഉപാസനാമൂർത്തികളിലേക്കാണ്. അവർക്ക് ആ ഉപാസനാമൂർത്തികളുടെ രൂപവും അതിനനുസരിച്ചിട്ടുള്ള ഭാവങ്ങളും ഒക്കെയുള്ള നമ്മുടെ പുരാണങ്ങൾ, ഇതിഹാസങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് മുഴുവനും നമുക്ക് രൂപവും ഭാവങ്ങളും ഒക്കെ കാണിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അശബ്ദമസ്പർശം എന്ന രീതിയിലാണ്. പിന്നെ എന്തിനാണ് ഈ പുരാണങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മൾ വ്യവഹാരം സത്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ വ്യവഹാരം അസത്യമാണെന്ന് ബോധിപ്പിക്കുവാൻ നമുക്ക് ഒരു ശ്രുതിയും വിചാരിച്ചു കഴിഞ്ഞാലും ഈസിയായിട്ട് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ അവിടെ ഈ വ്യവഹാരാതീതമായൊരു ബ്രഹ്മമുണ്ടെന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് പോലും ബുദ്ധിക്ക് പോലും ചിന്തിക്കാൻ പോലും നമുക്ക് സാധ്യമല്ലാതിരിക്കെ ആ ബ്രഹ്മത്തിൽ പരമാത്മാവിനെ വ്യവഹാരി എന്ന രീതിയിൽ, ഉത്കൃഷ്ട വ്യവഹാരി എന്ന രീതിയിൽ സാധാരണ വ്യവഹാരികളുടെ ഒപ്പം വ്യവഹരിക്കുന്നവനായിട്ടും ഒക്കെ പ്രകടമാക്കിക്കൊണ്ട് ആൾക്കാരുടെ ബുദ്ധിയെ വ്യവഹാരികളുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നും പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്കൃഷ്ടന്മാരായിട്ടുള്ള ഋഷിശ്രേഷ്ഠന്മാർ കണ്ടെത്തിയ ഒരു ഉപായമാണ് ഈ പുരാണ ഇതിഹാസങ്ങളുടെ അവതരണം എന്നുള്ളത്. അപ്പോൾ അതത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ഇവിടെ അറിയാൻ പറയുന്നത് അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം, തഥാരസം. ഇത് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഇത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ആചാര്യന്മാരുടെ വാക്കുകളല്ല കേട്ടോ. അത് വേദത്തിൻ്റെ വേദമാണ്. കാരണം പുരാണ ഇതിഹാസങ്ങളെല്ലാം വേദവിധേയമാണ്. വേദമാണ് മുഖ്യം. വേദത്തിനെ ആസ്പദമാക്കിയിട്ടാണ് പുരാണ ഇതിഹാസങ്ങൾ നിൽക്കുന്നത്. അല്ലാതെ വേദത്തിനും അതീതമായിട്ടാണ് എൻ്റെ പുരാണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. വേദത്തിന് വിധേയമാണ് പുരാണം എന്നുള്ളത്. പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ വാക്യങ്ങളെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്ന്. അല്ലാതെ വേദവാക്യങ്ങളുടെ സ്ഥാപനം അല്ല. പകരം വേദവാക്യങ്ങൾ സത്യമാണെന്ന് പുരാണങ്ങളിലൂടെ സ്ഥാപിച്ചെടുത്തു എന്നൊക്കെ നമ്മളിങ്ങനെ പല രീതിയിലും പറയും. പക്ഷേ ഒന്ന് മാത്രമേ ഉള്ളൂ, പുരാണങ്ങളിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ വേദത്തിൻ്റെ സാധുത, വേദത്തിൻ്റെ സമ്മതം പുരാണങ്ങൾക്കുണ്ടായിരിക്കണം. പുരാണങ്ങളുടെ സമ്മതം വേദത്തിനല്ല വേണ്ടത്, വേദത്തിൻ്റെ സമ്മതം പുരാണത്തിനാണ് വേണ്ടത്. അപ്പം വാക്യങ്ങളുടെ സമ്മതമാണ് എന്ന് പറഞ്ഞാൽ വേദവിരോധമായിട്ട് ആയിരിക്കരുത് പുരാണങ്ങൾ എന്ന്. വേദവിരോധമായിട്ടല്ല പുരാണങ്ങൾ. പിന്നെ പുരാണങ്ങളെ നമ്മൾ സമീപിക്കുന്നത് കൊണ്ട് നമുക്ക് വേദഭിന്നം എന്ന പോലെ തോന്നുകയാണ്. കാരണം ഇവിടെ ഇപ്പം വേദഭിന്നം എന്ന് പറഞ്ഞാൽ എന്താ? വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ശബ്ദമസ്പർശം അരൂപമവ്യം എന്ന് പറയുന്നു. പുരാണത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ് 4 കയ്യ് 8 കയ്യ് 16 കയ്യ് ഇങ്ങനെ പല രീതിയിൽ ഉള്ള പ്രകടനങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ അതൊന്നും അല്ലല്ലോ. ഈ പല രൂപങ്ങളിൽ വിചിത്രം ആയിട്ടുള്ള ആകാരങ്ങളും ഒക്കെ കാണിക്കുന്നു. ഈശ്വര സങ്കല്പങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ കാണിക്കുന്നു.
അപ്പോൾ അവിടെ നമുക്കൊരു വിരുദ്ധത നമുക്ക് തോന്നാം. ആ വിരുദ്ധത തോന്നേണ്ട കാരണം നമ്മൾ ഒരു നേരെ ചൊവ്വേ പുരാണങ്ങളൊന്നും വായിക്കുന്നൊന്നുമില്ലല്ലോ. നമ്മൾ കേട്ട കുറച്ച് കഥകൾ, അവർ പറയുന്നത് ഇവർ പറയുന്നതും ബാലരമയും പൂമ്പാറ്റയും തരുന്ന കുറച്ച് കഥകളാണ് നമ്മുടെ കയ്യിലുള്ള ഈശ്വര സങ്കല്പത്തിന് ആധാരമായിട്ടുള്ളത്. ബാലരമയും പൂമ്പാറ്റ എന്നുള്ളൊരു പ്രയോഗം മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകൾ അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന ഈ നോട്ടീസിൽ അടിച്ചിട്ടെടുക്കുന്ന കഥകൾ, ഓരോ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഉള്ള ഓരോ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ. പിന്നെ കാലാകാലങ്ങളായിട്ട് ഈ കുറച്ച് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ കഥകൾ ഏത് പുരാണം വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ് നമ്മൾ ഈ കഥ കേൾക്കുന്നത്? വ്യക്തമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പസ്വല്പം എവിടെയും കേൾക്കുന്നു, ആരെങ്കിലും പറയുന്ന കുറച്ച് കേൾക്കുന്നു. അല്പസ്വല്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രഭാഷണം കേൾക്കാൻ പോയ ദിവസം നമ്മൾ പൂതനയുടെ അംഗപ്രത്യംഗ വർണ്ണനയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അരമണിക്കൂർ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പൂതനയുടെ സ്വരൂപമാണ് കേട്ടിട്ട് വന്നു കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം തൊട്ട് നമ്മൾ പൂതനാകാരമായിട്ട് നമ്മളൊരു ആരാധനാമൂർത്തി വെച്ചുകൊണ്ട് ആരാധന തുടങ്ങി. കാരണം നമ്മൾ ഭാഗവത ക്ലാസ്സിൽ പോയി കേട്ടിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ശേഷം അത് പൂതനാദൈവമായിട്ട് നമ്മൾ കണ്ടു കളയും. ഈ തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ ചൊവ്വയൊന്നും കേൾക്കുന്നില്ല. നമുക്ക് അത് പോട്ടെ, അത് നമുക്കത് സമൂഹത്തിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ. പക്ഷേ നമ്മളൊരു വ്യക്തത വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തമായിട്ടുള്ളതിനെ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ അശബ്ദമസ്പർശമരൂപമവ്യേയം തഥാരസം നിത്യമഗന്ധവച്ഛേത് അനാദ്യനന്തം മഹതഃ പരം ധ്രുവം നിചായ തന്മൃത്യുമുഹാത് പ്രമുച്യതേ എന്നുള്ള മന്ത്രത്തിൽ അവിടെ അറിഞ്ഞിട്ട് മുക്തിയെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവ്യക്തത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ മുക്തിയെ പ്രാപിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം അവ്യക്തത്തെ അറിഞ്ഞാൽ അവ്യക്തത്തെ അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവ്യക്തത്തെ അറിയാൻ പറ്റത്തില്ല. കാരണം അവ്യക്തം എന്നുള്ള ശബ്ദത്തിലൂടെ തന്നെ അവ്യക്തമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല വ്യക്തം അല്ലാത്തതെന്നാണ് അവ്യക്തത്തിൻ്റെ അർത്ഥം. അല്ലാതെ അവ്യക്തം എന്ന് പറയുന്ന ഏതോ ഒരു സാധനം ഉണ്ടെന്നുള്ളതല്ല അർത്ഥം. മഹത് എന്താണെന്ന് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല. അതും ഇവിടെ വേദാന്തത്തെ പറഞ്ഞിരിക്കുന്ന മഹത്ത് അല്ല സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്ന മഹത്ത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം എന്ന്. അപ്പോൾ അതുകൊണ്ട് അടുത്ത 2-3 സൂത്രങ്ങൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ത്രയാണാമേവ ചയേവ ഉപന്യാസ പ്രശ്നശ്ച എന്ന്. അപ്പോൾ ഇവിടെ ഈ കഠോപനിഷത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ ഇവിടെ വദതീതി ചേത് ന പ്രാജ്ഞോഹി പ്രകരണാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രത്തിൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രാജ്ഞനെ അറിയാനാണ്. പ്രാജ്ഞൻ എന്ന് പറയുന്ന പുരുഷനെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രധാനത്തെ അല്ല എന്ന്. അപ്പോൾ അടുത്ത സൂത്രത്തിൽ ത്രയാണാമേവ ച ഏവം ഉപന്യാസ പ്രശ്നശ്ച 3 ഇവിടെ ഉപന്യസിച്ചിരിക്കുന്നത്. പ്രശ്നവും അതിനെ ആസ്പദമാക്കിയാണ്. അതായത് നചികേതസ് യമൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഏയം പ്രേതേ ചികിത്സാ മനുഷ്യേ അസ്ഥിത്യേകേ നായം അസ്ഥീതി ചെയ്യുകേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ എന്തോ അവശേഷിക്കുന്നുണ്ട്, അതെന്താണെന്ന് പറയൂ എന്നുള്ളത് ചിലർ പറയുന്നു, ചിലർ പറയുന്നില്ല, മറ്റൊരു രീതിയിലാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള എന്തവശേഷിക്കുന്നു. അപ്പോൾ ആ തരത്തിലുള്ള ചോദ്യമാണ്. അതാണ് പ്രശ്നശ്ച. പിന്നെ ഈ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സമൂഹത്തിന് ഊർദ്ധഗതിയിൽ പോകാൻ എന്താണ് ഒരു മാർഗം? അപ്പോൾ അവിടെ ചോദ്യം ഇതാണ്. ഒന്ന്, ഈ സ്വർഗപ്രാപ്തിക്കുതകുന്നതായിട്ട് എന്താണുള്ളത്? അഗ്നിവിദ്യ. അപ്പോൾ അഗ്നി ഒരു ചോദ്യ വിഷയമായിരുന്നു. അഗ്നി അതിന് മറുപടി കൊടുത്തു. പിന്നെ ചോദിച്ചതെന്ന് പറയുന്നത് ഈ എന്താണ്, മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അവശേഷിക്കുന്നോ ഇല്ലയോ എന്നുള്ളതിന് യമധർമ്മരാജൻ 2 തരത്തിൽ അർത്ഥം കൊടുത്തു, 2 തരത്തിൽ വ്യാഖ്യാനം കൊടുത്തു. ഒന്ന്, സ്ഥാണുമന്യേനു സംയന്തേ യഥാകർമ്മ യഥാശ്രുതം യോനിമന്യേനു സംയന്തേ. എന്താണ് ഈ ഇതുണ്ടല്ലോ, ഈ മരിച്ച ശേഷം പിന്നീട് കർമ്മഫലത്തിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ശരീരം സ്വീകരിക്കുന്നു ഇപ്രകാരം. അതാണ് സ്ഥാണുമന്യേനു സംയന്തേ യഥാകർമ്മ യഥാശ്രുതം എന്നുള്ള ആ ഒരു എന്തായിരുന്നത്? ഇതാണ് ഹന്തത്തെ ഇതം പ്രവക്ഷ്യാമി ഗുഹ്യം ബ്രഹ്മ സനാതനം യഥാച മരണം പ്രാപ്യ ആത്മാഭവതി ഗൗതമ യോനിമന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിനക സ്ഥാണുമന്യേനു സംയന്തേ യഥാ കർമ്മ യഥാശ്രുതം. ഇപ്രകാരം സഞ്ചരിക്കുന്നതായ ഒരു ജീവാത്മാവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതാണ്. ഒന്ന്, അഗ്നിയെക്കുറിച്ച് പറഞ്ഞു. 2, ജീവനെക്കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ എന്താണ്? അന്യത്ര ധർമാത് അന്യത്ര അധർമാത് എന്ന
ചോദ്യമാണ് നചികേതസ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മത്തിനും അധർമ്മത്തിനും അതീതമായിട്ടുള്ളതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ യമധർമ്മൻ രാജൻ ഇപ്പോൾ പറഞ്ഞ സ്ഥാണുമന്യേനു സംയന്തി യഥാകർമ്മ യഥാശ്രുതം എന്ന് പറയുന്നത് ധർമ്മത്തിനും അധർമ്മത്തിനും അന്യമായിട്ടുള്ള ഒന്നിനെക്കുറിച്ചല്ല പറഞ്ഞത്. ധർമ്മത്തിനും അധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യപാപങ്ങൾ. പുണ്യപാപങ്ങൾക്ക് വിധേയമായിട്ട് സഞ്ചരിക്കുന്ന ജീവാത്മാവല്ല നചികേതസിൻ്റെ ചോദ്യം. പകരം ഇവിടെ അന്യത്ര ധർമാത് അന്യത്ര അധർമാത് എന്ന് പറഞ്ഞ് ധർമാധർമ്മങ്ങൾക്ക് അന്യമായിട്ടുള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അത് പറയുമ്പോൾ ജീവാത്മാവിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ പറയേണ്ടത് പിന്നുള്ളത് പരമാത്മാവാണ്. അതാണ് മൂന്നാമത്തെ ചോദ്യവും മൂന്നാമത്തെ ഉത്തരവും എന്ന് പറയുന്നത്. മൂന്നാമത്തെ വരത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പരമാത്മാവിനെ കുറിച്ചാണ്. ജീവാത്മാവും അവിടെ ഉത്തരമായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ജീവാത്മാവിനെ പറയാതെ നമുക്ക് പരമാത്മാവിനെ പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവാണ് നമ്മുടെ ലക്ഷ്യം. ജീവാത്മസിദ്ധി ലക്ഷ്യമല്ല. ജീവാത്മസിദ്ധി പരമാത്മസിദ്ധിക്ക് വേണ്ടിയിട്ട് ജീവാത്മസിദ്ധി ആവശ്യമുണ്ട്. കാരണം ജീവാത്മാ എന്ന് പറയുന്നതിൻ്റെ സത്യത്വം നമ്മൾ വ്യക്തമായെങ്കിൽ മാത്രമേ ബാക്കി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം ഗുഹാഹിതം ഗഹ്വരേഷ്ടം പുരാണം അധ്യാത്മയോഗാധിഗമേന ദേവം മത്വാധീരോ ഹർഷശോകൗ ജഹാതി എന്ന തരത്തിൽ. അപ്പം പുരുഷാന്ന പരം കിഞ്ചു സാകാഷ്ണ പരാഗതി എന്ന് പറഞ്ഞ പുരുഷപ്രാപ്തി കൊണ്ട് ലഭിക്കുന്ന ഫലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സാ കാഷ്ണ സാ പരാഗതി എന്ന് പറഞ്ഞിരിക്കുന്നു. പരാഗതി എന്ന് പറഞ്ഞാൽ ആത്യന്തിക ഗതി എന്ന് പറയുന്നത് സർവസംസാര നിവൃത്തിയാണ്. സർവസംസാര നിവൃത്തി എന്ന് പറഞ്ഞാൽ സർവ ദുഃഖാതീതനായിട്ട് പോകുകയാണ്. ജനന മരണ രഹിതനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിനെ അതിക്രമിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നിജായതം മൃത്യു മുഹാത് പ്രമുച്യത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പ്രകൃതത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനം എന്ന് പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അതാണ് ശാസ്ത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതത്തിൽ പറഞ്ഞിരിക്കുന്ന അവ്യക്തം പ്രധാനമാണെന്ന് സ്ഥാപിച്ചിട്ട് അതുവഴി മുക്തി നേടാം എന്നുള്ളതല്ല സാരം എന്ന്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഇതാണ്. മഹദ്വച്ച, അതായത് മഹത്തെന്ന വാക്ക് സാഖ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, വേദാന്തത്തിലും പറഞ്ഞിട്ടുണ്ട്. വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കിലെ മഹത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥമല്ല സാഖ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മഹതഃ പരം അവ്യക്തം അവ്യക്താത് പുരുഷ പരഹ എന്ന് പറഞ്ഞാൽ മഹത്ത് ഹിരണ്യഗർഭനാണ് അവിടെ. അതായത് സർവ മഹത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സമഷ്ടിയിലെ ആദ്യ സൃഷ്ടിക്ക് വേണ്ടുന്ന തരത്തിലുള്ള സർവ്വസാമഗ്രികളും കൂടെയുള്ള പ്രകൃതിയിൽ മായയ്ക്ക് ശേഷം അവിടെ ഈ സൃഷ്ടി സാമർഥ്യം ഉള്ള ഈ എന്താണ് ഈശ്വര സ്ഥാനമാണ് അവിടെ ഹിരണ്യഗർഭനുള്ളത്. ആ ഹിരണ്യഗർഭനെയാണ് മഹത്തെന്ന് വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സാങ്കന്മാരുടെ മഹത്തിൽ ഹിരണ്യഗർഭനില്ലല്ലോ, അവർക്ക് ഈശ്വരനെ ഇല്ലല്ലോ, പിന്നെ എവിടെയാണ് ഹിരണ്യഗർഭം വരുന്നത്? അപ്പോൾ അവരുടെ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അപ്പോൾ അതുകൊണ്ട് മഹത്വച്ച, അതായത് സാഖ്യത്തിൽ മഹത്ത് പറഞ്ഞിട്ടുണ്ട്, വേദാന്തത്തിലും മഹത്ത് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും ഒന്നാണെന്ന രീതി എടുക്കരുത്. അതാണ് മഹത്വച്ച എന്ന് പറഞ്ഞത്. മഹത്ത് എന്ന ശബ്ദം പോലെയാകുന്നു അവ്യക്ത ശബ്ദം. സാഖ്യന്മാരുടെ പ്രധാനം ആയിട്ട് വ്യാഖ്യാനിക്കേണ്ട, കാരണം അവർ മഹത്വം എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് സാരം. മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്വത്ത് എന്ന് പറഞ്ഞാൽ മഹത്ത് ശബ്ദം പോലെ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മഹത്ത് ശബ്ദം സാഖ്യന്മാർ പറഞ്ഞിട്ടുണ്ട്, വേദാന്തവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാഖ്യന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന മഹത്തല്ല വേദാന്തത്തിലെ മഹത്ത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ശ്രുതിയിലെ മഹത്ത് പറഞ്ഞിരിക്കുന്നത് മഹതഃ പരം അവ്യക്തം അവ്യക്താത് പുരുഷപരഹ എന്ന് പറയുന്നതിനകത്ത് ഈ മഹത്വം സാഖ്യന്മാരുടെ മഹത്താണ് എന്നെടുക്കരുത്. എന്നാണ് മഹത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ സാഖ്യന്മാർ പറഞ്ഞിരിക്കുന്ന മഹത്തല്ല ശ്രുതിയിലെ മഹത്ത് എന്ന്. രണ്ടാണെന്നർത്ഥം. അതായത് ഇവിടെ ശ്രുതിയിലെന്താ? ശ്രുതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അവ്യക്തം എന്ന് പറയുന്നത് മായയായി കഴിഞ്ഞാൽ മായയിൽ നിന്നും പിന്നീട് ഈ സൃഷ്ടി ആരംഭിക്കുമ്പോൾ ഏതൊന്നാണോ ആ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഇനി വരുന്ന മുഴുവൻ സൃഷ്ടിക്കും കൂടെ സൃഷ്ടികർത്തൃത്വം ഏതൊരുവനിൽ ആണോ വരുന്നത് അവനാണ് മഹത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് ബ്രഹ്മാവ്.
അപ്പോൾ ആ ബ്രഹ്മാവെന്ന് പറയുന്നതാണ് സമഷ്ടി സൂക്ഷ്മ ശരീരാഭിമാനിയാണ്. അപ്പോൾ സമഷ്ടി സൂക്ഷ്മ ശരീരാഭിമാനി, സമഷ്ടി കാരണശരീരം എന്ന് പറയുന്ന മായ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് സമഷ്ടി സൂക്ഷ്മ ശരീരം അഭിമാനിയാണ് വരുന്നത്. അപ്പോൾ സമഷ്ടി സൂക്ഷ്മ ശരീരവും സമഷ്ടി സൂക്ഷ്മ ശരീര അഭിമാനിയും കൂടെ വരുന്നു. അപ്പം സമഷ്ടി സൂക്ഷ്മ ശരീരാഭിമാനി എന്ന് പറയുന്നത് ബ്രഹ്മം മായാരൂപം, മായ എന്ന് പറഞ്ഞ ഈ അവ്യക്തത്തിൽ പ്രകടമാകുന്നത് സമഷ്ടി സൂക്ഷ്മ ശരീരാഭിമാനിയായ ഹിരണ്യഗർഭനായിട്ട് പ്രകടമാകും. പക്ഷെ സാങ്കന്മാർ പറയുന്ന മഹത്ത് അപ്രകാരം ഒന്നല്ല, സാങ്കന്മാർക്ക് ഈശ്വരനില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം, ഇത്രയേ ഉള്ളൂ. അപ്പം മഹത്ത് എന്ന ശബ്ദം ബുദ്ധേരാത്മാ മഹാൻ പരഹ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മഹത്ത് കഠോപനിഷത്തിലെ 1:3-10 അതും ഇതേമാതിരി തന്നെ എടുക്കണം എന്ന് സാരം. ഇതോടുകൂടിയിട്ട് ഈ അധികരണം സമാപിച്ചു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.